ഇന്നത്തെ വീഡിയോയിൽ ട്വിൻ ഫ്ലെയിം ജേർണീനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ ജേർണിയാണ്, അസെൻഷൻ ജേർണിയാണ്. ആൻഡ് ട്വിൻ ഫ്ലെയിംസിനിടയിലുള്ള ആ ഒരു കണക്ഷൻസ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് 5D കണക്ഷനാണ്. സോ നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ഡിവൈൻ ഫെമിനിൻ ആയിരിക്കും ഈ ഒരു കണക്ഷനെ ആദ്യം തിരിച്ചറിയുന്നത്. സോ ഒരു ഡിവൈൻ ഫെമിനിൻ താൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് പോലെ ഒന്നല്ല. സോ നമ്മളൊരു 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 3D മൈൻഡ് സെറ്റോടു കൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ല ഈ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് ഫസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇതൊരു 5D കണക്ഷനാണ്. സോ 5D കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 3D കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് ഈ ഒരു ജേർണീനെ എത്രമാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് കംപ്ലീറ്റ്ലി അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ കോൺഷ്യസ്നെസ് ഉയർന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു 5D ലെവലിൽ ഈ ഒരു കണക്ഷനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതർവൈസ് നമ്മൾ ഇതിനെ ഒരു 3D മൈൻഡ് സെറ്റോടു കൂടി നോക്കുമ്പോൾ സാധാരണ നമ്മൾ നോർമലി കാണുന്ന, നമ്മുടെ ചുറ്റിലും കാണുന്ന സാധാരണ ഒരു റിലേഷൻഷിപ്പ് ലവേഴ്സിനിടയിൽ എങ്ങനെയാണ്, അത്തരത്തിലായിരിക്കും നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ട്രീറ്റ് ചെയ്യുന്നതും അത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കുന്ന ടൈമിൽ എല്ലാ DFസും ഇങ്ങനെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജിയിലായിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ നോർമലായിട്ട് തന്നെയായിരിക്കും കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതും. ബട്ട് നമ്മൾ ലേറ്റർ നമ്മൾ തിരിച്ചറിയും നമ്മൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് അപ്പോഴും നമ്മൾ വീണ്ടും ഈ ഒരു 3D കോൺഷ്യസ്നെസ്സിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യാനും ഫിക്സ് ചെയ്യാനും, സാധാരണ ഒരു റിലേഷൻഷിപ്പിലെ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തും ഫോഴ്സ് ചെയ്തും ഒക്കെ അവരെ നമ്മൾ ചേസ് ചെയ്യാനൊക്കെ ശ്രമിച്ച് നമ്മൾ ഈ ഒരു കൺട്രോൾ നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ട് ചേസ് ചെയ്താലും ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല. സോ നമ്മൾ ആദ്യം ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് വരണം. ഈ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് അതൊരു 5D കണക്ഷനാണ്, ഒരു സോൾ ലെവലിലുള്ളൊരു കണക്ഷനാണ്. അപ്പം നമ്മൾ ആ കണക്ഷനെ ഒരു സോൾ ലെവലിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് 3Dയിൽ നിന്നും 5Dയിലേക്ക് എത്തണം. അതിനാണ് നമ്മൾ ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഉയർത്തുന്നത്. സോ നമ്മൾ നമ്മുടെ മാക്സിമം നമ്മുടെ എനർജി നമ്മൾ വൈബ്രേഷൻ കൂട്ടി നമ്മുടെ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരണം. അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. സോ ഒരു 5D കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ സോളുമായിട്ടും ഡിവൈനായിട്ടുള്ളൊരു കണക്ഷൻ നമുക്കവിടെ കിട്ടും. സോ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കൂടുതൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 5D കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ടല്ല നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു 3D ലെവലിലാണ് നമ്മൾ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ഷനെ നോക്കി കാണുന്നതെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം മൈൻഡ് എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. സോ മൈൻഡ് നമ്മളെപ്പോഴും കൂടുതൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മളിൽ കുറേ ഇല്യൂഷനിൽ നമ്മളിങ്ങനെ തള്ളിയിട്ടുകൊണ്ടേയിരിക്കും. സോ ഇതിനൊന്നും നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ആൻസർ 3D കോൺഷ്യസ്നെസ്സിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കില്ല. അപ്പം നമ്മുടെ കോൺഷ്യസ്നെസ് ഉയർന്നു വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ. അതർവൈസ് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ പിന്നാലെ ചേസ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വെച്ച് അവരെ പിടിച്ച് നിർത്താനോ അവരുടെ പുറകെ ഓടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം ഈ നോർമലായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല. സോ നമ്മളതിനെ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക. എത്രയും വേഗം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു അത്രയും നമുക്ക് ഈ ഒരു കണക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും.